ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, കൈകൾ രണ്ടും വിടർത്തി വെക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം കൈകളിലേക്ക് തളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളുടെ കൈകളിലേക്ക് തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട്, നെറ്റിയിലും വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവെ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഓരോ കോശങ്ങളിലും ഓരോ പെശുകളിലും രക്തഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും തലച്ചോറിലും തൊണ്ടയിലും ഹൃദയത്തിലും കരളിലും ഉദരത്തിലും കുടലിലും ആന്തരിക അവയവങ്ങളിലും ഗർഭാശയത്തിൽ മൂത്രാശയത്തിൽ ആമാശയത്തിൽ വൃഷണങ്ങളിൽ കർത്താവ് അസ്ഥികളിലെ പേശികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നടുവിലെ കിഡ്നികള്, കരളുകള്, ഹൃദയം, സ്പോണ്ടിലോസിസ്, ഞരമ്പുകള്, നാടിഞരമ്പുകള്, അസ്ഥികള്, നടുവല്ലുകള്, ഇടുപ്പല്ലുകള്, എല്ലാ ക്യാൻസർ രോഗികള്, കരരോഗികള്, കിഡ്നി രോഗികള്, ത്വക്ക് രോഗികള്, അർസസ് രോഗികള്, അൾസർ രോഗികള്, PCOD രോഗികള്, കർത്താവേ എയ്ഡ്സ് രോഗികള്, യേശുവിൻ്റെ നാമത്തിൽ എപ്പിലെപ്സി രോഗികള് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ നെഞ്ചത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ട് നിൽക്കട്ടെ. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, കുടുംബ തകർച്ച വന്നവർ പോയവര്, തൊഴിൽ തകർച്ച വന്നു പോയവര്, വരുമാനമില്ലാത്തവർ, മുട്ടിയവര്, കുടുംബ ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ കർത്താവേ, ശ്രുതികട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ കർത്താവേ, ജോലിയില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീടില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കൾ അകലങ്ങളിലുള്ളവർ വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, അവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് കർത്താവേ, പാർട്ട്-ടൈം ജോലി കിട്ടാത്തവരുണ്ട് കർത്താവേ, അവിടെ അഡ്മിഷൻ ഇപ്പോൾ വെക്കാത്തവരുണ്ട് കർത്താവേ, ഈശോ കർത്താവ് ബാങ്ക് ലോൺ പാസ്സാകാത്തവരുണ്ട് കർത്താവേ, വീട്, മറ്റു തരത്തിലുള്ള നാട്ടിലുള്ള ജോലികൾ, സംസ്ഥാന ജോലികൾ, PSC ജോലികൾ, UPSC ജോലികൾ, കർത്താവെ ഓരോരോ ജോലികൾക്ക് വേണ്ടി, സ്വകാര്യ ജോലികൾക്ക് വേണ്ടി ഒക്കെ അന്വേഷിക്കുന്നവർ, ആശ്രയിക്കുന്നവർ, പഠിച്ചിട്ടുള്ളവർ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, പരീക്ഷ കഴിഞ്ഞവർ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിസ ലഭിക്കാത്തവർ, PR കിട്ടാത്തവർ, ഗ്രീൻ കാർഡ് കിട്ടാത്തവർ, ഈശോ ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, യാത്ര ഉള്ളവർ,
അവരെല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാള ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ എല്ലാ ജീവിതദുരിതങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ നാമം ഈ ആരാധനയിൽ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക. അച്ഛൻ പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് നിങ്ങളുടെ വിഷയം റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ, അൾത്താരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ ഈ കാലയളവിൽ അനുദപിച്ച് പൂർണ്ണമായി സുവിശേഷത്തിൽ വിശ്വസിച്ച് നിന്നിലേക്ക് തിരിയുവാൻ ഈശോയെ ഇന്നത്തെ ഈ ആരാധന ഉടമ്പടി വചനങ്ങൾ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണമേ, ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും